പിന്നെ മതം ഒട്ടും അവൻ്റെ മുന്നിൽ വരില്ല. ഞാൻ എന്തെങ്കിലും പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. ടീച്ചർ മനോഹരമായി തന്നെ പറഞ്ഞു. സത്വം ചിത്തും ചേർന്ന് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന വലിയ ഒരു സച്ചിദാനന്ദത്തെ ഒരു ലോകത്തിന് സമർപ്പിക്കുന്നുണ്ട്. പിന്നെ രാധാകൃഷ്ണൻ കനായിയൊക്കെ പറഞ്ഞത്, ഇത് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഈ മെറ്റാഫിസിക്കൽ തോട്ടുണ്ടല്ലോ. നമ്മൾ അഗസ്റ്റേ കോംറ്റയിൽ കുറേ പണിയെടുത്ത ആളാണ്. അവസാനം അദ്ദേഹം ഒരു പോസിറ്റിവിസം കൊണ്ടുവന്നു. 3 വലിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി. അവസാനം ഇയാളുടെ ഭ്രാന്ത് പിടിച്ചു പോയി. പോസിറ്റിവിസം അവസാനം ഒരു മതമായി മാറുകയും കോംറ്റെ ഭ്രാന്തനായി അതിന് പിന്നാലെ അലയുകയും ഒരു പക്ഷേ ഐ ഹാവ് ദ കീ ടു ഓപ്പൺ ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ കോംറ്റയെ ചങ്ങലക്കിടാൻ ആളുകൾ പിന്നാലെ നടക്കുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് ചിന്ത ഇങ്ങനെ എവിടെയെങ്കിലും തളച്ചിടാൻ പറ്റുമെന്നറിയില്ല. ഒരു പക്ഷേ പറഞ്ഞ സോക്രട്ടീസോ അദ്ദേഹത്തിൻ്റെ ശിക്ഷകണങ്ങളിൽ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സെനോഫോൺ തുടങ്ങിയ ഒരു വലിയ പരമ്പരയുണ്ട്. അപ്പോൾ അതും ഭാരതീയ സംസ്കാരത്തിൽ അതേ കാലത്ത് ഉദയം ചെയ്ത ചിന്തകളും തമ്മിലുള്ള താരതമ്യം. പക്ഷേ അങ്ങനെ ഒരു താരതമ്യം ഇടക്കാലത്ത് നടന്നിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഭാരതീയ ചിന്താഗതി അതെ അല്ലേ പക്ഷേ ഈ ഭാരതീയ ചിന്തകർ അതിൽ പരാമർശിച്ച ഭാരതീയ ചിന്തകരുടെ കാലഘട്ടം ഗ്രീക്ക് കാലഘട്ടത്തിന് മുമ്പെയാണ് എന്ന് ഈ അടുത്ത കാലത്ത് ചില അന്വേഷണ ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാലും വലിയ സന്തോഷമാണ് ചിന്തയുടെ പുറകെ ഇങ്ങനെ പോവുക. എൻ്റെ പിന്നാലെ അലിയുക എന്ന് പറയുന്നതിന് വിശാലമായ മറ്റൊരർത്ഥമുണ്ട്. എന്നിൽ നീയുമുണ്ട് അല്ലേ. ഞാനും നീയൊക്കെ ചേർന്ന ഒന്നിനെ കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഗുരുവൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എങ്ങും എത്താനും പറ്റില്ല. അപ്പോൾ ആ വഴിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയല്ലാതെ അവസാനം ഇവിടെ എത്തിച്ചേർന്നു എന്ന് അഭിമാനിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ നടക്കാം. അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ സംഭവത്തിലൊക്കെ നടക്കുന്നത്. പിന്നെ വിശക്കുന്നതിന് മുമ്പിൽ വേദം ഓതരുത് എന്ന് നമ്മുടെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അഭക്തി ഈസ് സെൻറ്റിമെൻ്റൽ നോൺസെൻസ് എന്നും കൂടി പറഞ്ഞ് വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാഷണം നിർത്തിയത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുണ്ട്. അവനവനയോടുള്ള ഭക്തി, ആത്മരതി എന്നൊക്കെയാണ് നമ്മുടെ ദീപാ സന്തോഷമൊക്കെ പറയാം. അതെനിക്ക് കുറച്ച് കൂടുതലുണ്ടെന്ന് ദീപയുടെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാത്ത മനുഷ്യരുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെല്ലായിടത്തും പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടീച്ചർ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് വന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ യാത്രകളെല്ലാം നടത്തുന്നത്, എന്തുകൊണ്ടാണ് ഞാനൊരു പെണ്ണിന് പിന്നാലെ പോകുന്നത്, ഇണയെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ സ്വയം പ്രസരിക്കാനുള്ള, എന്നെ മറ്റൊരാൾ അംഗീകരിക്കണം എന്ന തോന്നലാണ്. അതിൻ്റെ അംഗീകരിക്കാതിരിക്കുന്ന ആ നിമിഷം കുടുംബകലഹം ആരംഭിച്ചു. ആ നിമിഷമാണ് അവളെ എനിക്കറിയില്ല, എനിക്ക് അവളെ അറിയില്ല എന്ന് പറയുന്ന ആ നിമിഷമുണ്ടല്ലോ. അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ എല്ലാവരെയും എല്ലായ്പ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യ അടുക്കളയിലാണ് നമുക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുകയാണ്. അത് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ അധികം സമയം ഇരിക്കില്ല. ഞാനൊരു പരാജയമാവും ആ നിമിഷം. കാരണം ഒരു പ്രത്യക്ഷീകൃതനായ ഒരു ഞാനും പരോക്ഷമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഞാനുമുണ്ട്. അതിൽ ആ ഞാനിൽ നീയും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അർദ്ധനാരീശ്വരമൊക്കെ കുറച്ചുകൂടി ഡീപ്പായി നമ്മൾ ഒന്ന് ഖനിയിലേക്ക് അന്വേഷിച്ച് ചെന്നാൽ ഇതൊക്കെ മനസ്സിലാവും. കോട്ടയം നമുക്കിത് വളരെ പെട്ടെന്ന് സംക്ഷിപ്തീകരിക്കേണ്ടതുണ്ട്. ടീച്ചർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, സംശയം അതും കൂടെ പറഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് പറയാനുണ്ട്. ശോഭന. ഇപ്പം നമ്മൾ അഹം കഴിഞ്ഞ് സെൽഫ് വന്ന് മെറ്റാഫിസിക്സിലേക്ക് പോയിരിക്കുകയാണ്. മെറ്റാഫിസിക്സ് ഈസ് എ നോർമൽ തോട്ട് ഐ തിങ്ക്. കാരണം ഏതിൻ്റെയും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പ്രാന്തമായി പോകും. നമ്മൾ ഭക്ഷണം അമിതമായിട്ട് കഴിച്ചാൽ അങ്ങനെ ഇരിക്കും. പാൽപ്പായസമായിരിക്കും. അപ്പം എന്ത് ചെയ്യും? വൊമിറ്റ് ചെയ്യും. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പം ഒരു പരിധി വിട്ട് മനസ്സിനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് മാഷ് പറഞ്ഞ പോലെ മാഡ്നസ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡയോജനീസ് നട്ടുച്ചയ്ക്കുന്നതിനെ പിന്നെ വിളക്കം കത്തിച്ച് നടന്നത് അറിവിന് വേണ്ടി. അറിവാണ് സെൽഫ് എന്ന് പറഞ്ഞാൽ. ഒരു നിലനിൽപ്പിന് വേണ്ടിയാണ് സെൽഫ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ സെൽഫ് കോൺസെൻട്രേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നമുക്ക് സ്വാർത്ഥത പോകും.
നമ്മൾ മാത്രം മതി. നമ്മൾ മറ്റൊരാളുടെ, ഇപ്പം മാഷ് പറഞ്ഞില്ലേ ഭാര്യയോട് പണിയെടുക്കണം, അപ്പോൾ ആ സെൽഫും കൂടെ കൂടി കഴിയുമ്പോഴാണ് നാരായണ മാഷ് എന്നുള്ള സെൽഫിന് കുറച്ച് കംപ്ലീഷൻ വരിക. അതായത് ആ സെൽഫിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു നിലനിൽപ്പ്. അപ്പം ആ സെൽഫിന് ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെൽഫിനത് നമ്മളില്ല. പക്ഷേ അതിൻ്റെ അപ്പുറം ഇപ്പം ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞു നമുക്ക് നമ്മുടെ ബ്രെയിന്, ഇപ്പം ടീച്ചർ പറഞ്ഞില്ലേ ബ്രെയിൻ മൈൻഡ് നമ്മൾ ഇരിക്കുന്നു, പക്ഷെ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. ചിന്തയെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ. അപ്പം ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തെളിയിച്ചു. ബ്രെയിൻ ഹെമറേജ് വന്നിട്ടാണ് ജിത്തു കൃഷ്ണമൂർത്തി മരിച്ചു പോകുന്നത്. ബ്രെയിൻ ഹെമറേജ് അറിയാലോ. അല്ല അറിവ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞേ. ചിന്ത കൊണ്ട് നമ്മുടെ ബ്രെയിനിനെ അങ്ങനെ എല്ലാ ആക്ഷൻസിനും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളിത് പറയുന്നത് കാഴ്ചയും കാഴ്ചപ്പാടും ഉണ്ട്. ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പം ആദ്യം നമ്മൾ റെറ്റിനയിൽ തലതിരിഞ്ഞിട്ടാണ് പതിയുന്നത്. അത് നമ്മൾ അറിയാമല്ലോ. അത് ബ്രെയിനിൽ പോയിട്ട് ബ്രെയിൻ ആ ടെക്നോളജി വെച്ചിട്ട് നമ്മളെ നേരെ കാണിക്കുന്നത്. ആക്ച്വലി ഞാനിപ്പം തലതിരിഞ്ഞിട്ടല്ലേ പിന്നെ മധുവിൻ്റെ റെറ്റിനയിലുണ്ടാവുക, പക്ഷെ അത് ബ്രെയിൻ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ നിൽക്കുന്നത്. അപ്പം എന്നെ കാണുമ്പം നമ്മളെന്താ ചിന്തിക്കും, ഇത് ഇന്ന ആളാണ്, ഇങ്ങനെയാണ്. അപ്പം ആ റിലേറ്റഡ് ആയിട്ട് കുറേ തോട്ട്സ് നമ്മളിലേക്ക് വരും. അത് ഏത് കാര്യത്തിനും. പിന്നെയാണ് കാഴ്ചപ്പാട് വരിക. അപ്പം കാഴ്ചപ്പാടിനും ഇടയ്ക്ക് ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ചിന്തയിലെ. അപ്പോഴാണ് ഒരു കാഴ്ചപ്പാട് ഉരുത്തിരിഞ്ഞ് വരിക. അല്ല പെട്ടെന്ന്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ചിത്രം കണ്ടല്ലോ ഇവിടെ നമ്മുടെ ഷിനോജ് ഉണ്ടാക്കിയ, അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഗാന്ധിയും പിന്നെ ഗുരുവും തമ്മിൽ കാണുന്നു. ദേ ആർ നോട്ട് ഈക്വൽ. ഐ തിങ്ക് രണ്ടും തുല്യമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഗാന്ധിജിക്ക് ഒരുപാട് പിന്നെ വീക്ക്നെസ് ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഗാന്ധിജിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, സോഷ്യൽ റിലവൻസ് ഉണ്ട്, ഓക്കെ. പക്ഷേങ്കിൽ അതുപോലെ സർട്ടൺ ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധാരണ മനുഷ്യനാണ്. അന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സോഷ്യൽ മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് നടത്തിയ ഒരു വ്യക്തി. ഇപ്പം ഗുരുവിനെ എന്തുകൊണ്ടാണ് ഗാന്ധി ഇപ്പം ചോദിച്ചത്, ഗുരു എന്ന് ചോദിക്കേണ്ടി വന്നത്. അപ്പം ആഘോഷിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടില്ല. ഗുരു തന്നെ പറഞ്ഞ് ഞാൻ എല്ലാ കളികളും നടന്ന് മേലെ എത്തിക്കും. പക്ഷെ എന്നിട്ടും ഗുരുവിനെ ഒരു കളിയിൽ ഇപ്പോഴും പിടിച്ചിടുകയാണ്. പക്ഷെ ആവശ്യം വരുമ്പോൾ നമ്മൾ ആൻറ്റിഡോട്ട് കൊടുക്കുന്ന പോലെ ഗുരുവിനെ പിടിക്കും. ഇപ്പോൾ രാഷ്ട്രീയക്കാർ പോലും ഗുരുവിനെ പിടിക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളെന്നുള്ള നിലയിൽ. അപ്പം ഞാൻ ഗുരുവിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ അപകടത്തിലൂടെയല്ല, മതത്തിനപ്പുറത്താണ് ഗുരു. മതം കുറേ ആചാരങ്ങൾ മാത്രമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈസ് പ്യുവർലി റിലേറ്റഡ് ടു യൂണിവേഴ്സ്, പ്രപഞ്ചം, പ്രകൃതി. അതാണ് സ്പിരിച്വാലിറ്റി. ഈ പ്രകൃതിയെ ധിക്കരിച്ചിട്ട് ഒരു ജീവജാലത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നേക്കാൾ അറിവുള്ള പലരുമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം യു ക്യാൻ കറക്റ്റ് മീ പ്ലീസ്. അപ്പോൾ ഞാൻ പറയാം. അപ്പം നമ്മുടെ ഒരു ചിന്ത, ഒരു പ്രവൃത്തി സമൂഹത്തിനോ മറ്റുള്ളവർക്കോ നമുക്ക് തന്നെയും ഒരു സാന്ത്വനമാകാത്തത്, പ്രതീക്ഷ നൽകാത്തത്, അത് അങ്ങനെയുള്ള ഒരു ചിന്തയോ പ്രവൃത്തിയോ കരുണയേറ്റതുമായിരിക്കും, നന്മയേറ്റതുമായിരിക്കും. അപ്പം നമ്മൾ ഇത്ര ചെയ്യണ്ടു, നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഹാംഫുൾ ആകാതിരിക്കാം. ലളിതമായി വന്നിട്ട് കുറച്ചു നാൾ ജീവിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ബി സിമ്പിൾ. ദാറ്റ്സ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. നമ്മുടെ ഒരു കപ്പാസിറ്റി, നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചിന്തയും ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലും നമ്മൾ പിന്തുടരുമ്പോൾ ആദ്യം നമ്മൾ സ്വയം തീരുമാനിക്കുന്ന നമ്മുടെ കപ്പാസിറ്റിയാണ്. അപ്പോൾ അതിൽ നടരാജ് ഒരു നെറ്റിവരൊക്കെ പറയും ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. എന്ത് വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രെയിം ഓഫ് റെഫറൻസ്, അതിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുകൊണ്ട് അതിനെ നമുക്ക് വീക്ഷിക്കാനും അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമ്മുടെ സാഹിത്യ മേഖലയിലും പിന്നെ ഇപ്പോൾ നിലവിലുള്ള എഴുത്തിലും സാഹിത്യ മേഖലയിലൊക്കെ ആ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം. എന്ന് വെച്ചാൽ എല്ലാം ഒരു അവീല രൂപത്തിലാണ്. ഇപ്പോൾ ബോധത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു.
ബോധം, ബോധാതീതം, മെറ്റാഫിസിക്സ്, ഫിസിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ളൊരു ബോധത്തിൻ്റെ, അതായത് ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ഒരു ബോധത്തെക്കുറിച്ചാണ്, അബ്സല്യൂട്ടായിട്ടുള്ള ഒരു സത്യത്തെക്കുറിച്ചാണ് നാരായണഗുരു പറയുന്നത്. ആ സത്യത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നാരായണഗുരു, അല്ലെ ആ സത്യമായിട്ടിരിക്കുന്നതാണ് നാരായണഗുരു. ആ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആര്? ഗാന്ധിജി. ഇപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ച് ഗാന്ധിജിയുടെ ചിന്തയുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഗാന്ധിക്ക് അറിയാം. ഗുരുവിൻ്റെ മുന്നിൽ വന്ന് ഗുരുവിനോട് ഈ ആശയങ്ങൾ പറയുമ്പോൾ ഗാന്ധിജി മനസ്സുകൊണ്ട് സറണ്ടർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വിശ്വാസം കൂടെയാണ്. ഇപ്പോൾ ഗുരു പറയുന്നുണ്ട് വിശ്വാസം. ഇപ്പോൾ നമ്മൾ ഒന്നും കൂട്ടിയ 2 എന്ന് പറയുന്നത് അത് എന്താ ക്രിട്ടിക്കലായിട്ട് അങ്ങനെ പറയാമെങ്കിലും അല്ല ലോജിക്കലായിട്ട് അങ്ങനെ പറയാമെങ്കിലും അതിനപ്പുറത്ത് ഒരു വിശ്വാസമാണ്, നമ്മളിലൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ പറയും വലിയ ഒന്ന് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതൊരു വിശ്വാസമാണ്. ഇപ്പോൾ ഒരു ഇക്വേഷൻ ഇട്ടാൽ ആ ഇക്വേഷൻ ഇപ്പോൾ പിന്നെ a+b² = a²2ab + b² നമ്മൾ പറയും. ഇത് രണ്ടും ഒരിക്കലും ഒന്നല്ല നമുക്കറിയാം പ്രത്യക്ഷത്തിൽ. പക്ഷെ എവിടെ ഇത് ഒന്നായിരിക്കുന്നു? ഇതിൻ്റെ തുല്യത എവിടെ ഇരിക്കുന്നു? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ചിന്തയിലാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു തുല്യതയെ നമ്മൾ കാണാനും ആ വിശാലതയിലേക്ക് നമ്മുടെ ബ്രെയിനിനെ കൊണ്ടുപോകാനുമുള്ള ഒരു കപ്പാസിറ്റി ആദ്യം നമുക്കുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ചോദ്യം. 2, നമ്മൾ ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ നാരായണഗുരു കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആത്മോദശതത്തിൽ ഇരുളിലിരിപ്പവൻ ആടി ചൊൽകീയൻ ഒരുവൻ ഉരപ്പത് കേട്ട് താനുമേവം അറിവതിനായ ഇവനോട് മെയ്യുമാരം അറിയുവിധിൻ പ്രതിവാക്യമേകമാകും. അതായത് 2 പേര് ഒരു ഇരുട്ടുള്ള മുറിയിൽ നിങ്ങളെ കൊണ്ടിരുത്തിയാൽ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ വേറൊരു ബാഹ്യമായിട്ടുള്ള പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം. ഇപ്പം ഞാൻ ചോദിക്കും, ഇപ്പോൾ സുബീര ചേച്ചി ഞാനിവിടെ ഒരു സ്ഥലത്തിരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ നമുക്ക് ഒരാൾ അവിടെ ഇരിക്കുന്നു തോന്നിയത് ആരത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഞാനാ അരുണാന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും ആരാ അതാരാ? അന്നേരം സുബീര ചേച്ചി പറയും ഞാനാ സുഗീര എന്ന് പറയും. അപ്പോൾ നമ്മൾ രണ്ടിൽ കോമൺ ആയിട്ട് നമ്മളായി തിരിച്ചറിയുന്ന ഒരു വശം ഞാൻ എന്നുള്ള ഒറ്റ പദമാണ്. ആ പദത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അറിവാണ്, ബോധമാണ്. ആ ബോധം എങ്ങനെ പ്രകാശിക്കുന്നു? അത് അറിവായിട്ട് പ്രകാശിക്കുന്നു. അറിവായിട്ട് ഞാൻ എന്ന ബോധ സത്തയായിട്ട് സ്ഫുരണം ചെയ്യും. ആ സ്ഫുരണം ചെയ്യുന്ന ബോധത്തെയാണ് പിന്നെ നമ്മൾ ഇത് ഞാൻ, ഇത് ഇന്നത്, ഇത് പുല്ല്, ഇത് ഇന്നത്, ഇത് എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ഈ ബോധം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് ഈ പ്രപഞ്ചമായി നിൽക്കുന്ന ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ബോധത്തെ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബോധത്തിന്റെ പൊതു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മുടെ ചിന്തയിൽ. അപ്പോൾ ആ ചിന്തയെ വളരെ കൃത്യമായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാനും അതിന് സാധനാപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ, ചിന്താപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ, അതിനാണ് പണ്ടുള്ള ഒരു ഗുരുക്കന്മാരുടെ അടുത്ത് തന്നെ, സത്യദർശിയായിട്ടുള്ള ഒരു ഗുരുക്കന്മാരുടെ അടുത്ത് നിന്നുകൊണ്ട് അവർക്ക് സേവ ചെയ്ത് ആ ഗുരുക്കന്മാർ ഒരാളുടെ മനസ്സ് മനസ്സിലാക്കി. ഇപ്പോൾ സുഗീര ചേച്ചിയോട് ഒന്ന് പ്രസംഗിക്കുന്ന വെച്ചാൽ അങ്ങനെയുള്ളൊരു ഗുരുവിൻ്റെ മുന്നിൽ അങ്ങനെ സേവ ചെയ്ത് അവിടെ ഇരുന്ന് പഠിച്ച് വഴക്കും കൊണ്ട് ഇത്ര പ്രായമായിട്ട് അടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, എനിക്ക് അടിയും കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ് വരേണ്ട ഒരു സംഭവമാണ്. ഇതൊരു നിസ്സാരമായ ഒരു പ്രോസസ്സല്ല, ചിലപ്പോൾ ജന്മാന്തരങ്ങളിലൂടെ കടന്നു വരേണ്ട ഒരു സാധനമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ സത്യത്തെ മനസ്സിലാക്കുകയും അതിനോട് തരണം ചെയ്യുകയും അതിനോട് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ശരിയായ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ബോധത്തിലേക്ക് നമ്മൾ തനിയെ എത്തിച്ചേരുകയാണ്. അത് നമ്മൾ അതിനായിട്ട് പ്രത്യേകമല്ല, അതന്നെ സംഭവിക്കുകയാണ്. ഈ പ്രപഞ്ചം നമുക്ക് അതിനായിട്ടുള്ള എല്ലാ വഴികളും ഒരുക്കി തരുന്നു. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ വലിയ ചിന്തകൾ ഇവിടെ തരുന്നു, എത്ര പേര് ഇവിടെ വരുന്നു, എത്ര പേർക്ക് വരാൻ പറ്റുന്നു. അപ്പം ഇതൊക്കെ ഇതിനകത്തൊരു ഘടകമാണ്. ഈ അർത്ഥത്തിൽ നമ്മൾ ഇതിനെ സമീപിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ചിന്തയെ ഒരു വാക്ക് ഉപയോഗിക്കുന്ന അങ്ങനെ വാക്ക് ഉപയോഗിക്കുന്നത് ഊർജ്ജത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് സത്യം. അപ്പോൾ ഗുരു പറയുന്നത് ഇപ്പോൾ പിന്നെ ഇരുളിരുന്ന് അറിയുന്നതാകും ആത്മാവെന്ന് ഗുരു കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങൾ എത്ര ഇരുട്ടത്തിരുന്നാലും വേറെ നിങ്ങളെ സ്വയം തിരിച്ചറിയാൻ വേറെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. അത് തന്നെയാണ് മുമ്പ് സുഗീര ചേച്ചി പറഞ്ഞത്. നിങ്ങൾ എത്ര ഡീപ്പ് സ്ലീപ്പിൽ പോകുമ്പോഴും ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും
ഇന്ന് സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ആര് സുഖമായിട്ട് ഉറങ്ങി എന്നുള്ള അറിവ് നമ്മളിലേക്ക് പകർന്നു തരുന്നു, ആര് ഉണർന്നിരിക്കുന്ന ആ സമയത്ത്. അപ്പോൾ നമ്മളൊരു ബോധം എങ്ങും അണയാതെ ഉറങ്ങാതെ ഉണരാതെ എല്ലാ സമയത്തും അതേപോലെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ബോധത്തിലാണ് നാം എല്ലാം നിൽക്കുന്നത്, ഈ പ്രപഞ്ചം നിൽക്കുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്ഫുരണങ്ങളായിട്ടുള്ളതാണ് ഈ കാണുന്ന വസ്തുക്കളെല്ലാം. നമ്മൾ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കൾ. അതൊരു മനസ്സാണ്. അതായത് പരമമായിട്ടുള്ള സത്യത്തിൻ്റെ സ്വയമായിട്ടുള്ള സർഗവൈഭവത്തിലുള്ള ഒരു ചിന്ത അല്ലെ സങ്കല്പമാണ് ഈ കാണുന്ന പ്രപഞ്ചം. അത് അതിൻ്റെ മനസ്സാണ്, കോൺഷ്യസ് എന്ന് പറയുന്നത്. ആ കോൺഷ്യസിൽ വീണ്ടും സങ്കല്പ വികല്പങ്ങൾ വരുമ്പോഴാണ് നമ്മളെല്ലാം ഈ പറഞ്ഞ ഓരോ വരാൻ തുടങ്ങും. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു മനസ്സാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരാൾ ചിലപ്പോൾ തിങ്ക് ചെയ്യുന്നത് അങ്ങിരിക്കുന്ന ഒരാളും തിങ്ക് ചെയ്യും. അല്ല അങ്ങനെ ഒരു ചിന്ത ഉരുത്തിരിഞ്ഞ് വരും. ഇവിടെ സോക്രട്ടീസ് ചിന്തിച്ചതും ഇവിടെയുള്ള ദാർശനിക നാരായണഗുരുവിൻ്റെ ചിന്തയൊക്കെ ഒരേപോലെ വരുന്നത് എന്തുകൊണ്ട്? ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. റൊമൈൻ റോളണ്ട് ഇംഗ്ലണ്ടിലിരുന്ന് അമേരിക്കയിലിരുന്ന് ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുകയും ആ പാരസ്പര്യത്തിലെത്തുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സ്, ഒന്നായിരിക്കുന്ന ഒരു മനസ്സിൻ്റെ പാരസ്പര്യവും ഏകതയും അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് അതൊരു മാജിക്കാണ്, ഒരു മിസ്റ്ററിയാണ്. അത് നമുക്ക് പറയാം, അത് അനുഭവിക്കാനേ പറ്റും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ അനുഭവിയാൽ അറിവില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കാനും പഠിക്കാനും മുന്നോട്ട് പോകാനും ശ്രമിക്കുമ്പോൾ മാത്രമേ നമ്മൾ, അതായത് ഫ്രെയിം ഓഫ് റെഫറൻസ് എപ്പോഴും ഇതിൽ പ്രധാനമാണ്. ടീച്ചർ മെറ്റാഫിസിക്സ് ഭയങ്കര വട്ടുപിടിപ്പിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞതുകൊണ്ട് പറയാണ്. ടീച്ചർ അങ്ങനെ ഒരു നമുക്ക് അത് പറഞ്ഞു അതിനെ ഇങ്ങനെ ഇതാക്കുന്നതാണ്. ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തിനോട് യോജിക്കുന്നു, പ്രപഞ്ചമാണ് ദൈവം. അല്ലാതെ ഈ ദൈവം വേറെ എവിടെ ഇരിക്കാന്? ദൈവം ഇരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ്, പ്രകൃതി തന്നെയാണ് ദൈവം. ശരി. പക്ഷേ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയായത് കൺവേ ചെയ്ത് അവിടെ പതിയുന്നു, തിരിച്ചിങ്ങനെ ഇത് നടക്കുന്നത്, ഈ സംഭവം നടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഒരു മനസ്സിനെ കുറിച്ച് അരുണ് പറഞ്ഞു. പിന്നെ ഈ കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പം ഒന്നും എല്ലായിടവും ഇക്വാളിറ്റി ആണെന്ന് പറയുമ്പോഴും ഗുരു ശിഷ്യന്മാരിൽ ഭേദമുണ്ട്. ഈ പറഞ്ഞ എല്ലാവർക്കും ഒരേ കപ്പാസിറ്റി അല്ല. അത് വളരെ പ്രധാനമാണ്. പട്ടുപിടിക്കാതിരിക്കണമെങ്കിൽ അവനവൻ്റെ കഴിവ് എത്രയാണെന്നുള്ളത് നമ്മൾ